നമസ്കാരം, ബിൻസ് ടിവിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഗൂഗിൾ മാപ്പിന്റെ സ്ട്രീറ്റ് വ്യൂവിൽ കൂടി പോകാൻ പോകുന്നത് ഗുജറാത്തിൽ തന്നെ ഒരു എന്താ സ്ഥലത്തിന്റെ പേര്, രാധൻപൂർ റോഡ്. അപ്പൊ രാധൻപൂർ റോഡ് ഒരു വലിയൊരു ഹൈവേ ആണ്. ഹൈവേ ആണ് നമ്മൾ ഈ കാണുന്നത്. എന്താ എഴുതിയിരിക്കുന്നത്, GJ SH55 എന്ന് പറയുന്ന റോഡാണ്. ഓക്കെ, അത്യാവശ്യം പുതുതായിട്ട് ടാറൊക്കെ ചെയ്ത റോഡാണെന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. നമുക്ക് ഇതിന്റെ ഈ ഹൈവേയുടെ സൈഡിലേക്കുള്ള റോഡ് വഴി നമുക്ക് പോയി നോക്കാം. ഓക്കെ, അപ്പൊ എല്ലാരും വന്നോളൂ. നമ്മളിതാ ഈ റോഡിലേക്കാണ് കയറാൻ പോകുന്നത്. ജി GJ SH55 എന്ന് പറയുന്ന റോഡാണ്. ഓക്കെ, ഈ റോഡിലേക്ക് നമ്മൾ കടക്കാം, നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഗുജറാത്തിലെ തന്നെ ഒരു ഹൈവേയോട് ചേർന്ന് നടക്കുന്ന സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് നടക്കുന്ന റോഡിന്റെ ഭാഗമാണിത്. നമ്മൾ കുഗ്രാമം എന്നൊന്നും പറയാൻ പറ്റത്തില്ല, സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന കടകളൊക്കെ കാണുന്നുണ്ട്, എന്തൊക്കെയോ തൂക്കിയിട്ടിട്ടുണ്ട്. ഓക്കെ, നമ്മളിങ്ങനെ ആ റോഡിലേക്ക് കടന്നു. ആൾക്കാരൊക്കെ നടന്നു വരുന്നുണ്ട്. ഗുജറാത്തിലെ പ്രാദേശിക വേഷങ്ങളൊക്കെ ധരിച്ച സ്ത്രീകളും ഒക്കെ നടന്നു വരുന്നുണ്ട്. ജസ്റ്റ് ഹൈവേന്നകത്തോട്ട് കയറുമ്പോൾ തന്നെ എന്താ പറയാ, വികസനം അങ്ങ് നിറഞ്ഞു നിൽക്കുകയാണ്. ഭിത്തിയിലൊക്കെ എന്താ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ചാണകം ഉരുട്ടി ഉണക്കാൻ വെച്ചിരിക്കുക. അവരൊക്കെ പാചകത്തിനും മറ്റും ഉപയോഗിക്കുന്ന ചാണകമാണ്. അങ്ങനെ കുറെ അവരുടെ ഭിത്തികളിലൊക്കെ ഒട്ടിച്ചു വെച്ചിട്ടുണ്ട്. ഇതെന്താണെന്നറിയില്ല, ഒരു വാട്ടർ ടാങ്ക് ആണെന്ന് തോന്നുന്നു. വലിയൊരു വാട്ടർ ടാങ്ക് ഉണ്ട് ഇവിടെ. ഓക്കെ, നമ്മളിത് റോഡൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുകയാണ്. എവിടെ നോക്കിയാലും ചപ്പ് ചവറ് കൊണ്ട് നിറച്ചിട്ടിട്ടുണ്ട്. നമ്മൾ ആ ഹൈവേ ആണ് കാണുന്നത്. ഇവിടുന്ന് ഹൈവേന്ന് ജസ്റ്റ് അകത്തേക്ക് കയറുമ്പോൾ അവസ്ഥയാണ്. റോഡൊക്കെ മലിനജലം കെട്ടി ആൾക്കാർക്ക് കാൽനട യാത്ര പോലും പറ്റാത്ത ഗുജറാത്തിലെ ഒരു ഒരു പ്രധാനപ്പെട്ട റോഡെന്ന് പറയാം. റോഡിന്റെ സൈഡിലേക്ക് പോകുന്ന ഒരു റോഡാണിത്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. എല്ലായിടത്തും ഇതുപോലെ തന്നെയാണ്. എവിടെ നോക്കിയാലും ചപ്പു ചവറ്, അത് ക്ലിയർ ആയി വരുന്നില്ല. ഇതാണ് ആ റോഡിന്റെ സൈഡ്. കുറച്ചുകൂടെ മുന്നോട്ട് പോയി നോക്കാം. ഓക്കെ, റോഡ് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായി നടക്കുക. വൃത്തിയുള്ള 1 ഇഞ്ച് സ്ഥലമില്ല. ഈ സ്ഥലത്തു കൂടെയാണ് ഈ ആൾക്കാർക്ക് യാത്ര ചെയ്യേണ്ടത്. ഗുജറാത്തി ഭാഷയിൽ എന്തൊക്കെ എഴുതി നിറച്ചിട്ടുണ്ട്. വീടുകളൊക്കെ മറ്റേ അതിപുരാതന കാലത്തെ ഏതോ ഒരു വീടുകളെ പോലെയൊക്കെയാണ് എല്ലാം ഉള്ളത്. നമുക്ക് വികസിപ്പിച്ച് അതായത് ഒരുപാട് വർഷം BJP വികസിപ്പിച്ചിട്ട് വികസിപ്പിക്കാൻ സ്ഥലം ബാക്കിയില്ലാത്ത ഗുജറാത്തിലെ ഒരു സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലത്തിന്റെ ചിത്രമാണിത്. ഇത് ഗൂഗിൾ മാപ്പിൽ തന്നെ ആർക്കും നോക്കാൻ കാണാവുന്നതാണ്. കാരണം നമ്മൾ പൊതുവെ കാണുന്നത് കുറെ യൂട്യൂബേഴ്സ് ഹൈവേയുടെ സൈഡിൽ കൂടെ പോയിട്ട് വലിയ വലിയ ബിൽഡിംഗ് കാണിക്കാറുണ്ട്. പൊതുവെ എല്ലാ ഹൈവേയുടെ സൈഡിലും ഒരുവിധം വൃത്തിയുള്ള ബിൽഡിംഗ് ആയിരിക്കും. അതൊക്കെ ഇന്ത്യയിൽ എവിടെ ആയാലും അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അത്യാവശ്യം കോർപ്പറേറ്റ് കമ്പനികൾ ഓരോരൊക്കെ ഹൈവേയോട് ചേർന്നായിരിക്കുമല്ലോ ഉണ്ടാവുന്നത്. അത്യാവശ്യം ബിൽഡിങ്ങുകളും കാര്യങ്ങളൊക്കെ ഹൈവേയോട് ചേർന്നുണ്ടാവും. അതുകൊണ്ട് തന്നെ ഹൈവേയുടെ സൈഡ് എപ്പോഴും മനോഹരമായിരിക്കും. നമ്മളിത് ഹൈവേന്ന് ജസ്റ്റ് അകത്തോട്ട് കയറുമ്പോഴുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. കണ്ടില്ല, ഓരോരുത്തരുടെ വീടുകളാണ്. കുറെ ഷീറ്റും പാട്ടയൊക്കെ പറക്കി ഇട്ടിട്ടുള്ള വീടുകൾ. അങ്ങനെയാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ആരോ ഒരാൾ റോഡ് സൈഡിൽ ഇരിക്കുന്നുണ്ട്. റോഡ് സൈഡിൽ നിന്ന് എന്തോ ചെയ്യുന്നു. എന്തോ ഇതെന്താ, കഥകൾ വിൽക്കുന്ന സ്ഥലമാണോ അതോ അമ്പലമാണോ? ദൈവങ്ങളുടെയൊക്കെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട്. മൊത്തം എന്താ പറയുന്നേ, ഒരു അതിപുരാതനമായ ഏതോ ഒരു നഗരം അങ്ങനെ നിലനിർത്തിയതുപോലെ ഉണ്ട്. റോഡൊക്കെ മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ് അങ്ങനെ കിടക്കുക. ഇത് എന്താ സംഭവം എന്ന് മനസ്സിലാവുന്നില്ല. അതേ അവരുടെ പഴയ പഴയ ഷീറ്റുകൾ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്നതാണോ? അത്യാവശ്യം നല്ലൊരു വീട് കണ്ടു. 1-2 വീടൊക്കെ ഉണ്ട് കേട്ടോ. ദേശീയ പതാകയൊക്കെ മുകളിൽ പാറുന്നുണ്ട്. ഒരു ടവർ ഉണ്ട്, മൊബൈൽ ടവർ ഉണ്ട്. റോഡിന്റെ അവസ്ഥയൊക്കെ പറയാതിരിക്കുന്നതായിരിക്കും ഭേദം. പിന്നെ ചപ്പ് ചവർ എന്ന് പറയുന്നത് അങ്ങനെ ഒരു സംവിധാനമേ ഇല്ല. ഈ ചപ്പ് ചവറ് പറക്കുന്നതിനുള്ള ഒരു സംവിധാനമേ അവിടെ ഇല്ല. ഈ പ്രധാനപ്പെട്ട ഹൈവേകളിലെ കുറച്ച് വൃത്തിയുണ്ട്. അതായത് ഏതൊരു ഗ്രാമത്തിനകത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെ ക്ലീനിങ് എന്ന് പറയുന്ന ഒരു സംവിധാനമേ ഇല്ല. അതാണ് ഗുജറാത്തിന്റെ പ്രത്യേകത. ഒരു അത്യാവശ്യം വലിയൊരു ബിൽഡിംഗ് ഉണ്ട്. എന്തിന്റെ ബിൽഡിംഗ് ആണെന്ന് അറിയില്ല. ട്രാൻസ്ഫോമർ,
ഓക്കെ. ചപ്പു ചവറ് എവിടെ നോക്കിയാലും ചപ്പു ചവറുണ്ട്. ചപ്പു ചവറ് ഇങ്ങനെ വലിച്ചെറിഞ്ഞിരിക്കുക റോഡ് സൈഡിലും റോഡിന്റെ നടുക്കും വീട്ടിന്റെ മുമ്പിലും ഒക്കെ ആയിട്ട് ഇങ്ങനെ ചപ്പു ചവറ്. ഇതൊക്കെയാണ് അവിടുത്തെ വീടുകളുടെ അവസ്ഥ. എല്ലാ വീടിന്റെ മണ്ടയിലും എന്തെങ്കിലുമൊക്കെ വെയിറ്റും ഭാരങ്ങളൊക്കെ പറക്കി വെക്കാറുണ്ട്. കാരണം അത് പറന്നു പോകാതിരിക്കാൻ, കാറ്റത്ത് പറന്നു പോകാതിരിക്കാൻ. ഒരുപാട് വർഷം ഇങ്ങനെ BJP ഒരുപാട് വർഷം ഭരിച്ചതെന്നല്ല, ഇപ്പോഴും ഭരിച്ചുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ്. അതിന്റെ അവസ്ഥയാണ്. നോക്കിയേ, എങ്ങോട്ട് നോക്കിയാലും ചവറുകൾ മാത്രം നിറഞ്ഞിട്ടുള്ള ഇവിടെയൊക്കെ മനുഷ്യർ ജീവിക്കുന്നു എന്നുള്ളതാണ്. നമ്മളെ അവിടെ നിന്നുള്ള ഓരോ ആൾക്കാർ വന്നിട്ട് നമ്മളെ കേരളം സോമാലിയ എന്ന് പറയുന്നത്. നിനക്ക് ഉളുപ്പുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഉളുപ്പില്ലാതെ പോകും. ഇതൊക്കെ അവരുടെ കണ്ണിൽ ഇതൊന്നും കാണില്ല. നോക്കിയ ഒരു റോഡ് കിടക്കുന്നേ, നമ്മളെ കേരളത്തില് റോഡിൽ 50 രൂപ കൊടുത്തു കഴിഞ്ഞാല് എന്താ അവര് വൃത്തിയാക്കും. പക്ഷെ നമ്മൾ അതിനെയൊക്കെ കുറ്റം പറഞ്ഞ് നടക്കും. ഇത് കണ്ടില്ലേ, ഇതൊക്കെയാണ് അവസ്ഥ. ഗുജറാത്തില് കാണുന്ന അവസ്ഥ. നമ്മളെ ആരും കാണിക്കാറില്ല. യൂട്യൂബേഴ്സ് ഒന്നും ഇങ്ങനെ ഒരു കാഴ്ച നമ്മളെ ആരും കാണിക്കാറില്ല. എന്താ പശുക്കളും അതും ഇതൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ഈ റോഡിൽ കൂടെയാ മനുഷ്യർ പോകുന്നേ. സാംക്രമിക രോഗങ്ങൾ എപ്പോ പിടിപെട്ടെന്ന് ചോദിച്ചാൽ മതി. കാരണം അവിടെ ഉള്ളവർക്ക് അവർക്ക് ശീലമായി കാണും. അവർക്കതൊരു ശീലമായി കാണും. അതുകൊണ്ടായിരിക്കാം അവർക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ തോന്നുന്നത്. നമുക്ക് നോക്കാം, നമ്മളെ വീടിന്റെ മുമ്പിലൊക്കെ ഇങ്ങനെ കിടക്കുകയാണെങ്കിലുള്ള ഒന്ന് അവസ്ഥ ആലോചിച്ച് നോക്കി. നമ്മളെ വീടിനൊക്കെ തൊട്ട് മുമ്പിലാണ് ഇങ്ങനെ ഇങ്ങനെ കുന്നുകൂടി മലകൾ പോലെ വേസ്റ്റുകൾ ഇങ്ങനെ നിറഞ്ഞു കിടക്കുക, പശുക്കൾ അലഞ്ഞു തിരിഞ്ഞ് കിടക്കുക. ഇങ്ങനെ ഒരു കാഴ്ച നമുക്കൊന്ന് ആലോചിക്കാൻ പറ്റുന്നതാണോ? നമുക്ക് കുറ്റം കുറവുണ്ട്, ഇല്ലാന്നല്ല. പക്ഷേ ഇങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് വന്നവർ നമ്മളെ കുറ്റം പറയുമ്പോഴാണ് അത് സഹിക്കാൻ പറ്റില്ല. ഏതോ വലിയ സൂപ്പർ മാർക്കറ്റാന്ന് തോന്നുന്നു കേട്ടോ അവിടുത്തെ. കുറച്ച് ദൂരമായിട്ട് കടയൊന്നും കണ്ടില്ല. കുറച്ച് പേര് ആൾക്കാരൊക്കെ നിപ്പുണ്ട്. ഓക്കെ. വീടുകളൊക്കെ ഉണ്ട്. അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള റോഡാ. വീടുകളൊക്കെ നിറയുള്ള വീടാ. അങ്ങനത്തെ റോഡ് വഴിയാണ് നമ്മളിപ്പോ പോകുന്നത്. ഒക്കെ റോഡൊക്കെ കിടക്കുന്ന അവസ്ഥ. റോഡാണോ, തോടാണോ, കുളമാണോ, ചെളിക്കുണ്ടാണോ ഒന്നും അറിയാൻ പറ്റില്ല. ഇവിടെയൊക്കെ ആൾക്കാർ വീട് വെച്ച് താമസിക്കുന്നുണ്ടെന്നാണ്. അവർക്കൊന്നും ആരെയും പരാതിപ്പെടാൻ പറ്റില്ല. ഒന്നുകിൽ രാജ്യദ്രോഹി ആക്കി കളയും. ഇന്ത്യയിൽ ഇപ്പോ അതാണല്ലോ പ്രധാനപ്പെട്ട പ്രശ്നങ്ങളിലൊന്ന്. നിങ്ങളെ എന്തെങ്കിലും എതിർത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നീ നിങ്ങളെ സുഡാപ്പിയാക്കും, ഇല്ലെങ്കിൽ രാജ്യദ്രോഹിയാക്കും, ഇല്ലെങ്കിൽ കമ്മിയാക്കും, കൊങ്ങിയാക്കും. കണ്ടില്ലേ, ഇവിടെയൊക്കെ ജനങ്ങൾ ജീവിക്കുന്നുണ്ട്. ഇത് കുഗ്രാമമൊന്നും അല്ല. സ്റ്റേറ്റ് ഹൈവേയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന്. റോഡിന്റെ ഒക്കെ അവസ്ഥ നോക്കണേ. നമ്മളെ റോഡൊക്കെ ഒരു കുറ്റം പറയാ കുന്നും കുഴിയാണെന്ന്. പക്ഷെ ഇതില് ടാർ എന്ന് പറയുന്ന സാധനം കാണാൻ പറ്റുന്നില്ല. കുഴി മാത്രമേ ഉള്ളൂ. കുഴി, ചെളിക്കുണ്ട്, വേസ്റ്റ്, ഇതൊക്കെ നിറഞ്ഞിട്ടൊരു സ്ഥലം. നമ്മള് എന്താ നമ്മളെ കേരളത്തിന്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാല് ഗ്രാമത്തിലേക്ക് ചെന്ന് കഴിഞ്ഞാലും നല്ല രീതിയിലുള്ള റോഡുകളും ഒക്കെ ഉണ്ട്. പക്ഷേ ഇവിടെ ഇങ്ങനെയുള്ള ചില നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് മെയിൻ ഹൈവേസ് അല്ലെങ്കിൽ മെയിൻ റോഡൊക്കെ വളരെ മനോഹരമായിരിക്കും. പക്ഷെ നമ്മൾ ഗ്രാമത്തിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതായിരിക്കും അവസ്ഥ. ഏതാണ്ട് എല്ലാ ഗ്രാമങ്ങളും ഇതുപോലെയൊക്കെ തന്നെയാണ്. കടവുകളൊക്കെ കണ്ടിട്ടില്ലേ? ഒരു 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 50 വർഷത്തിന് മുമ്പുള്ള കേരളം എങ്ങനെ ഇരുന്നു അതുപോലെയൊക്കെ തന്നെയാണ് ഇതൊക്കെ ഇരിക്കുന്നത്. ആൾക്കാരുടെ വീടോ കണ്ടില്ലേ? വാഹനങ്ങളും ഒക്കെ ഏതാണ്ട് അതുപോലെ തന്നെയാ. പശുക്കളൊക്കെ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞിട്ട്. ഇവിടെ നിന്നുള്ളവർ വന്നിട്ട് നമ്മളെ സോമാലിയക്കാരെന്ന് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്താ പറയുന്നേ? അവരൊക്കെ ജീവിക്കുന്നത് എന്തെന്നാ പറയുന്നേ? ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായ ഗുജറാത്താണ്. നമ്മളൊക്കെ എന്ന് പറയുന്നത് സോമാലിയയുടെ ഭാഗമായ കേരളത്തിലാണ്. ഇവരൊക്കെയാണ് വർഷങ്ങളായിട്ട് ഭരിച്ച് അവർക്കൊന്നും ഭരിച്ച് വികസിപ്പിക്കാൻ സ്ഥലം ബാക്കിയില്ല. അതുകൊണ്ടാണ് അവർ പറയുന്നത് ഒരു അവസരം തരൂ, ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കിയ വികസനം ഇവിടെ നടപ്പിലാക്കാം. ഇത് തന്നെയാണ് അവർ നോർത്ത് ഇന്ത്യയിൽ നടപ്പിലാക്കി വെച്ചിരിക്കുന്ന വികസനം. ഈ വികസനത്തിന് വേണ്ടിയാണ് അവർ അവസരം ചോദിക്കുന്നത്. കൊടുക്കുക, നിങ്ങൾ കൊടുക്കുക, കൊടുത്തുകൊണ്ടിരിക്കുക. അല്ലാതെ എന്താ പറയുന്നേ? നിങ്ങൾക്ക് ഗൂഗിൾ മാപ്പ് ഉണ്ടാവുമല്ലോ. ഗുജറാത്ത് എന്ന് സെർച്ച് ചെയ്യുക, പ്രധാനപ്പെട്ട ടൗണുകളുടെ വിട്ടിട്ട് കുറച്ച് ഗ്രാമപ്രദേശങ്ങളിലേക്ക് സെർച്ച് ചെയ്യുക. നോക്കി എവിടെ തിരിഞ്ഞാലാണ് വേസ്റ്റ് ഇല്ലാത്തതെന്ന് നോക്കി.
എല്ലാ സ്ഥലങ്ങളിലും വേസ്റ്റ് ഉണ്ട്. ഇപ്പൊ കുറച്ച് റോഡും ടാറൊക്കെ കണ്ടു തുടങ്ങി കേട്ടോ. ഏതോ ഒരു പ്രധാനപ്പെട്ട റോഡിൽ ചെന്ന് ചേരുന്നെന്ന് തോന്നുന്നു. ഓക്കെ, അതുകൊണ്ട് കുറച്ച് ടാറൊക്കെ കണ്ടു തുടങ്ങി. മലിനജലവും കെട്ടിക്കിടക്കുന്ന, എങ്ങനെയാണ് ആൾക്കാർ ജീവിക്കുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. അങ്ങനത്തെ സ്ഥലങ്ങളാ. ഏതോ ഒരു 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 3 കൂടിയ ജംഗ്ഷനിലെത്തി നോക്കിയേ, എല്ലായിടത്തും ഇത് തന്നെ അവസ്ഥ. വേസ്റ്റ് എടുക്കുന്നില്ല, അങ്ങനെ കണ്ടടത്തൊക്കെ വലിച്ചെറിഞ്ഞിട്ട് കൂട്ടിയിട്ടിരിക്കുക. വേസ്റ്റ് ഇല്ലാത്തൊരു സ്ഥലം നമുക്ക് കാണാൻ പറ്റില്ല. വേസ്റ്റ് ഇല്ലാത്ത സ്ഥലം കാണാൻ പറ്റില്ല. ആ റോഡ് ക്രോസ് ചെയ്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് പോയി. അവിടെയും ഇത് തന്നെയാണ് അവസ്ഥ. അവസ്ഥയ്ക്ക് വലിയ മാറ്റമൊന്നുമില്ല. നോക്ക്, എല്ലായിടത്തും ഇതൊക്കെ തന്നെയാണ്. വെയിറ്റിംഗ് ഷെഡാണ്, കടയാണ്. ഞാൻ പറയില്ല, ഒരു 50 വർഷത്തിന് മുമ്പുള്ള കേരളം എങ്ങനെയാണോ അതുപോലെയൊക്കെയാണ് കേരളം. ഇവിടെ അത്യാവശ്യം നല്ല റോഡാണ് കേട്ടോ. ഇതെന്തോ എന്താണെന്ന് മനസ്സിലാവുന്നില്ല. എന്തോ ഒരു പ്രോജക്റ്റ് ആണെന്ന് തോന്നുന്നുണ്ട്. ഏതോ ഫാക്ടറി എന്തോ ആണ്. റോഡ് ഇവിടെ അത്യാവശ്യം ഇങ്ങോട്ട് വന്നപ്പോൾ റോഡ് കൊള്ളാം. റോഡ് ടാറൊക്കെ ഉണ്ട്. ഇവിടെ കുറെ ദൂരം ടാറൊന്നും കണ്ടിട്ടില്ലായിരുന്നു. പശുക്കളൊക്കെ അലഞ്ഞു തിരിഞ്ഞ് കിടപ്പുണ്ട്. വേസ്റ്റ് ഇല്ലാത്തൊരു കാഴ്ച ഇവിടെ ഇല്ല. ഇവിടെ ഒന്നും കോർപ്പറേഷൻ ഒന്നും ഇല്ലെന്ന് അറിയാൻ വയ്യല്ലോ. നമ്മളെ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർക്ക് പഠിക്കാൻ പോകാൻ പറ്റിയ സ്ഥലമാണെന്ന് തോന്നുന്നു. ഇവിടെ റോഡൊക്കെ കൊള്ളാം കേട്ടോ. വാഹനങ്ങളൊന്നും അധികമൊന്നുമില്ല ഈ സ്ഥലത്ത്. ഇവിടെയൊന്നും വാഹനങ്ങളൊന്നും അധികം, ഏതോ ഒരു ആറിന്റെ തീരമാണെന്ന് തോന്നുന്നു കേട്ടോ. എല്ലായിടത്തും പശുക്കളൊക്കെ അലഞ്ഞു തിരിയുന്നുണ്ട്. വലിയതായിട്ട് വാഹനങ്ങളൊന്നും പോകുന്നില്ല. വേസ്റ്റ് കാണാൻ പിന്നെ എങ്ങും പോണ്ട. വേസ്റ്റ് കുന്നുകളാണ്. ഇതെന്തോ കല്ലൊക്കെ ഇട്ടിരിക്കുക. എല്ലായിടത്തും വേസ്റ്റുകൾ ഇങ്ങനെ കുന്നുകൂട്ടി റോഡിലേക്ക് ഇട്ടിരിക്കും. ജനവാസമൊന്നും ഇല്ലാത്ത ഏരിയ ആണെന്ന് തോന്നുന്നു. വീടുകളൊന്നും ഇങ്ങോട്ടില്ല അധികം. റോഡ് കൊള്ളാം. റോഡ് കുറ്റം പറയാൻ പറ്റില്ല, നല്ല റോഡാ. വാഹനങ്ങൾ പോയാലല്ലേ റോഡ് കേടാവും. ഇതിനകത്ത് ഇങ്ങനെ എന്താ പറയുന്ന 1-2 വണ്ടികൾ ഇങ്ങനെ പോകുന്നതേ ഉള്ളൂ. വേസ്റ്റുകളൊന്നും ആരും എടുക്കാറില്ല. ഇവിടങ്ങളിലൊന്നും വേസ്റ്റ് ആരും എടുക്കാറില്ല. ഇതെന്താ അമ്പലമോ എന്തോ ആണെന്ന് തോന്നുന്നത് കണ്ടിട്ട്. വേസ്റ്റ് എല്ലായിടത്തും ഇങ്ങനെ റോഡ് സൈഡിലേക്ക് തന്നെ അങ്ങ് വലിച്ചെറിയുക, അത്രേ ഉള്ളൂ. അതവിടെ കിടക്കുക, കാലങ്ങളായിട്ട് അവിടെ കിടക്കുക. ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് മനസ്സിലാവുന്നില്ലല്ലോ. ഈ റോഡ് ഇവിടെ ഒന്നും അടുത്തൊന്നും വീടുകളൊന്നും ഇല്ല കേട്ടോ. ഇങ്ങനെ പോവുകയാണ് ഈ റോഡ്. ഇത് കുറെ ദൂരത്തേക്ക് അടുത്ത ഗ്രാമങ്ങളോ ഒന്നുമില്ല. നെൽപ്പാടത്തിന് നടുവിലൂടെ ഇങ്ങനെ പോവുക. കുറച്ച് ദൂരം പോലെ എല്ലാം ഇങ്ങനെ. റോഡ് കൊള്ളാം, നല്ല റോഡാ. പുതിയതായിട്ട് ചെയ്ത റോഡാന്ന് തോന്നുന്നു. നല്ല ദൂരത്തില് നല്ല ഇങ്ങനെ വയൽപ്പാടത്തിനിടയിൽ കൂടെ ഇങ്ങനെ പോവുക. അതിങ്ങനെ പോകുന്നു. ഇവിടെ ഒരു അമ്പലമുണ്ട്. അമ്പലത്തിനടുത്ത് എത്തിച്ച് നോക്കാം. നല്ലൊരു അമ്പലമാണെന്ന് തോന്നുന്നത്. ഇത് വലിയ അമ്പല. റോഡൊക്കെ കൊള്ളാം. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ ഇവിടെ അടുത്ത് ഇങ്ങെത്തുമ്പോഴാണ് അടുത്തൊരു ഗ്രാമം വരുന്നത്. ആ ഗ്രാമത്തില് പോയി നോക്കാം. ആഹാ, ഗ്രാമത്തിന്റെ അവസ്ഥ ഇതൊക്കെ തന്നെ. പശുക്കൾ ഇങ്ങനെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്. കുറെ വീടുകളൊക്കെ ഉള്ള ഗ്രാമമാണ്. കുറച്ച് മുമ്പോട്ടൂടെ ഒന്ന് പോയി നോക്കാം. ഇതൊക്കെയോ വീടുകളുടെയൊക്കെ അവസ്ഥ കേട്ടോ. ഗുജറാത്തിലെ വീടുകളുടെ അവസ്ഥകളൊക്കെ ഇതാണ്. നല്ല റോഡിന് സൈഡ് തന്നെയാണ്. നല്ല റോഡൊക്കെ തന്നെയാണ്. ഏതോ ഒരു GJ SH222 എന്നായ റോഡിന്റെ പേര്. ഓക്കെ, വേസ്റ്റ് കുന്നുകൂട്ടിയിട്ടിരിക്കുന്നു. നോക്കി, വേസ്റ്റുകൾ ഇങ്ങനെ കുന്നുകൂടിയിട്ടിരിക്കുക. റോഡ് സൈഡിലെ ഇവരൊക്കെ വേസ്റ്റുകൾ കൊണ്ട് തട്ടുന്നേ. ഇത് ക്ലീൻ ചെയ്യണം എന്നുള്ള ഒരു സംവിധാനം ഇവിടെ ഇല്ല. കാരണം അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. കുഞ്ഞുങ്ങളും ഒക്കെ പോകുന്നതും ജീവിക്കുന്നതുമായ സ്ഥലങ്ങളിലാണ് ഇങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടിരിക്കുന്നത്. അവർക്ക് ഒരു എന്താ പറയുന്നത്, കാരണം അവരുടെ വീടിരിക്കുന്ന സൈഡിൽ കുറച്ച് വൃത്തിയുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ടുവന്ന് അതിന്റെ ഓപ്പോസിറ്റ് സൈഡിൽ ഇങ്ങനെ കൂട്ടിയിടുക ചെയ്യുന്ന, റോഡ് സൈഡിൽ. പശുക്കളൊക്കെ ഇങ്ങനെ വേസ്റ്റ് ഒക്കെ തിന്നിട്ട് ഇങ്ങനെ കിടക്കുക. നമ്മളിപ്പോ എവിടെ പോയാലും ഇത് തന്നെയാണല്ലോ ഇവിടുത്തെ കാഴ്ച. ഗുജറാത്തിലെ പൊതു കാഴ്ചയാണ് ഈ കാണുന്നത്. മനസ്സിലായില്ലേ? ഇത് തന്നെയാണ് ഇവിടുത്തെ പൊതു കാഴ്ച. കടകൾ നമ്മളെ കടകൾ നാട്ടിലെ പോലെ മാമന്മാര് കടയുടെ മുമ്പിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്.
എങ്ങോട്ട് അകത്തോട്ടൊരു ഗ്രാമം ഉണ്ടെന്ന് തോന്നുന്നു. ഒന്ന് കയറി നോക്കാം. അത്ര ക്ലിയർ ആയിട്ടില്ല വിഷ്വൽസ് ക്ലിയർ ആവുന്നില്ല. ഓക്കെ, ഷീറ്റ് ഇട്ട വീട്, സാധാരണ ഷീറ്റ് ഇട്ട വീട്. ഓക്കെ, കുറച്ച് മുമ്പോട്ട് പോയി നോക്കാം. കുട്ടികളൊക്കെ പോകുന്നുണ്ട്. പൊട്ടിപ്പൊളിഞ്ഞിട്ട റോഡുകളും. അത് റെക്കോർഡ് ചെയ്യാൻ പോയ വണ്ടി കാണാനായിട്ട് ഒരു അത്ഭുതം പോലെ നിൽക്കുന്നെന്നാ തോന്നുന്നു. എല്ലാരും ഒന്നൊന്ന് കാണുന്നുണ്ട് എന്താ ഈ വരുന്നത്. ഇത് ഗൂഗിളിന്റെ തന്നെ വണ്ടി പോയതായിരിക്കാനാണ് സാധ്യത. നമുക്ക് ഇതൊക്കെ ഓരോരുത്തരുടെ വീടിന്റെ മുൻവശങ്ങളൊക്കെയാ. ഷീറ്റ് പറക്കാതിരിക്കാൻ എല്ലാ വീടുകളുടെ മണ്ടയിൽ ഇതുപോലെ വെയിറ്റുള്ള ഭാരങ്ങൾ ഏറ്റി വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത് പൊതുവെ എല്ലായിടത്തും ഉള്ള കാഴ്ച തന്നെയാണിത്. ഇതുവരെ ഉള്ളൂ, മുന്നോട്ട് പോകുന്നുണ്ടല്ലോ. നമ്മൾ ഇവിടെ നിന്നല്ലേ വന്നിട്ടല്ലേ ഇങ്ങോട്ട് കയറിയത്. ഇങ്ങോട്ട് അകത്തോട്ട് കയറുകയാണെങ്കിൽ കുറച്ചു ദൂരം പോകാനുണ്ടല്ലോ. അവിടെ നിന്ന് ഇങ്ങോട്ടാ കയറി വന്നത്. കുറച്ച് മുമ്പോട്ട് പോകും. എല്ലാ വീടുകളൊക്കെ ഷീറ്റ് പഴയകാല എന്താ പറയുന്നത്, ഏതോ ഒരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന മനുഷ്യരാണെന്ന് തോന്നുന്നു. ഒരു ഒരു 19-ാം നൂറ്റാണ്ട്, അല്ല 17-ാം നൂറ്റാണ്ടിലോ അങ്ങനെ എന്തോ ഒരു നൂറ്റാണ്ടിൽ ജീവിക്കുന്ന ആൾക്കാരെ പോലെയാ തോന്നുന്നത് കണ്ടിട്ട്. ചൂടെ മുന്നോട്ട് പോയി നോക്കാം. കാഴ്ചകൾക്കൊന്നും മാറ്റമില്ല, കാഴ്ചകളെല്ലാം ഒരുപോലെയാ. ഇതിനൊക്കെയാണ് അവരുടെ റോഡ്. അത്യാവശ്യം വീടുകളൊക്കെ ഉള്ള ഒരു ഹൗസിംഗ് കോളനി എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ആ മാപ്പിൽ തന്നെ നോക്കിയാൽ അറിയാം, നിറയെ വീടുകളുള്ള ഒരു കോളനി ആണെന്ന് പറയാം. അടുത്തടുത്ത് ഒരുപാട് വീടുകളൊക്കെ ഉള്ള ഈ വീടിന്റെയൊക്കെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത്. മനസ്സിലായില്ലേ? വീട് മാത്രമല്ല, അങ്ങോട്ടുള്ള റോഡോ ഒക്കെ ഇത് തന്നെയാണ് കാഴ്ച. ഇവിടെ മറ്റേ കല്ലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട്. അത് കുറച്ച് ദൂരം മാത്രം, ഇവിടെയൊക്കെ പൊട്ടിപ്പൊളിഞ്ഞ് നടക്കുന്നത്. കുറച്ച് ദൂരം ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. റോഡുകളുടെ സൈഡിന്റെ ഒക്കെ അവസ്ഥയാണിത്. ഇന്റർലോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ റോഡ്. ഇതൊരു അമ്പലത്തിലേക്ക് എത്തി. റോഡിലേക്ക് തന്നെ ഇറക്കി കെട്ടി വെച്ചിട്ടുണ്ട് അമ്പലം. അതുകൊണ്ട് ഇവിടെ വരുമ്പോ റോഡിന്റെ വീതിയും കുറയുക. റോഡിന്റെ നടുക്കായിട്ടാണ് ഒരു അമ്പലം നിൽക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ വണ്ടി വന്നു കഴിഞ്ഞാൽ പിന്നെ നടന്നേ പോകാൻ പറ്റും. ഇവിടെ അകത്തുണ്ട് കേട്ടോ അമ്പലം. അതൊരു ക്ഷേത്രത്തിന്റെ സൈഡിലേക്ക്. ഇത്രയേ ഉള്ളൂ മാപ്പിൽ, അത്ര ദൂരത്തേക്ക് വന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ടില്ല. കാഴ്ചകൾ നമുക്ക് ഇവിടെ നിർത്താം. താങ്ക് യു ഫോർ വാച്ചിങ്.